ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകുന്നേരം നമുക്ക് ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നാം കാലേബിനെ കുറിച്ചാണ് പഠിച്ചത്. ഞാനത് കഴിഞ്ഞ രാത്രി പോയി കാലേബിനെ കുറിച്ച് വീണ്ടും വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേക കാര്യങ്ങൾ പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ എന്തുമാത്രം എൻകറേജ്മെൻ്റാണ് കാലേബിൻ്റെ ജീവിതം നമുക്ക് തരുന്നതെന്ന് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പലതും നിങ്ങളോട് പറയുകയുണ്ടായി. കാലേബിൻ്റെ ധൈര്യം, അതുപോലെ കാലേബിൻ്റെ പേര് നമുക്കറിയാം യോശുവയുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാം യോശുവയും കാലേബും കൂടിയാണ് നല്ല റിപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയുമെന്നുള്ള റിപ്പോർട്ട് കൊണ്ടുവന്നത്, ദേശം ഒറ്റുനോക്കാൻ പോയിട്ട്. എന്നാൽ അവർ പറഞ്ഞ കാര്യം ദൈവജനത്തിന്, ഇസ്രായേൽ ജനത്തിന് സ്വീകാര്യമായില്ല എന്ന് മാത്രമല്ല, മറ്റു 10 പേർ പറഞ്ഞ മെജോറിറ്റി റിപ്പോർട്ടിനായിരുന്നു അതിന് കൂടുതൽ വില കൽപ്പിച്ചതും അതിൻ്റേതായ വില അവർക്ക് കഴിഞ്ഞ ഏകദേശം 38 വർഷം 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരികയും ചെയ്തു. അതിൻ്റെ ഫലമായുണ്ടായ ആഘാതങ്ങൾ എത്രയോ വലുതാണെന്ന് നാം കാണുകയുണ്ടായി. ഒരു പുതിയ നിയമവിശ്വാസിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ യോശുവ, കർത്താവായ യേശുക്രിസ്തുവും ആയിട്ടുള്ള നമ്മുടെ ബന്ധം പെട്ടിട്ടാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഇരിക്കുന്നത്. ആ നിലയിൽ ഒരു വിശ്വാസിക്ക് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെ ഇത് ചിത്രീകരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ പ്രതിരൂപമായിട്ടാണ് യോശുവ നിൽക്കുന്നത്. കനാനിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും കനാനിൻ്റെ ദേശം വിഭജിച്ചു കൊടുക്കുന്ന ബന്ധത്തിലും ഒക്കെയും നമ്മോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഇത് വഹിക്കുന്ന പങ്ക് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ പരമായ ലക്ഷ്യബോധം, ലക്ഷ്യത്തിലേക്കുള്ള ആ ഏകാഗ്രമായ ഓട്ടവും തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. താൻ ഉറ്റുനോക്കിയ പ്രദേശം അവകാശമായി നേടുക എന്നുള്ള ലക്ഷ്യമായിരുന്നു കാലേബിനുണ്ടായിരുന്നത്. യഹോവ തനിക്കത് നൽകുമെന്നുള്ളൊരു വാഗ്ദത്തം തനിക്ക് കൊടുത്തുകൊണ്ട് ആ വാഗ്ദത്തം നേടാനായിട്ട് താൻ വളരെ ഉത്സാഹിച്ചു. അതുപോലെ കാലേബിൻ്റെ ധൈര്യം വളരെ മാതൃകാപരമാണ്. പ്രയാസങ്ങളും കഷ്ടതകളും നേരിടുകയാണെങ്കിൽ തന്നെയും ആരംഭിച്ച പ്രവൃത്തി അത് പൂർത്തീകരിക്കുവാൻ, അതാണല്ലോ ആ ഗുണമാണല്ലോ ശരിക്കും ധൈര്യം. ശരിയെന്ന് നിശ്ചയമുള്ള കാര്യങ്ങൾ അത് പ്രയാസവും നഷ്ടവും അവഗണിച്ച് ചെയ്യുന്നതിലാണ് ആ ധൈര്യം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തനിക്ക് കനാൻ ദേശത്ത് തനിക്ക് അവകാശമായി കിട്ടുന്ന ദേശം എത്ര ശത്രുക്കളാൽ നിറഞ്ഞതാണെങ്കിലും, തൻ്റെ പ്രായം 85 വയസ്സായി എങ്കിലും തൻ്റെ ആ ശക്തി, ആ ശത്രുക്കളെ നേരിടാനും അവരെ കീഴ്പ്പെടുത്താനുള്ള കഴിവുമുണ്ടെന്നുള്ള ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരെക്കുറിച്ചും ഈ സാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും, അവരുടെ ധൈര്യത്തെക്കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാം അധ്യായത്തിൽ നാം അത് കാണും. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകം പറയുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. കൊരിന്ത്യരുടെ ലേഖനത്തിൽ നമുക്ക് പുരുഷത്വം കാണിക്കേണ്ട കാര്യം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ കാണാം. കാലേബിൻ്റെ ധൈര്യം ദൈവവാഗ്ദത്തത്തിൽ അധിഷ്ഠിതമായിരുന്നു. ദൈവിക വാഗ്ദത്തങ്ങളെ അധിഷ്ഠിതമായിട്ടാണ് നമ്മളുടെയും ജീവിതം, ക്രിസ്തീയ ജീവിതം. ആ നിലയിലായിരിക്കും നമുക്ക് നമ്മുടെ ദേശങ്ങളെ കൈവശമാക്കാൻ, ആത്മീയ ദേശത്തെ കൈവശമാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ കാലേബിൻ്റെ സാക്ഷ്യം, കഴിഞ്ഞ 45 വർഷങ്ങൾ താൻ ജീവിച്ച് താനിപ്പോൾ യോശുവയോട് പറയുന്ന കാര്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. അത് വളരെയധികം നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുന്നതാണ്. ആ ദൈവശക്തിയാൽ കാക്കപ്പെടുന്നവരാണ് നമ്മളും. അതുകൊണ്ട് വിശ്വാസി ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കേണ്ടതാണ് എന്നുള്ള കാര്യവും നാം കാണുകയുണ്ടായി. പിന്നെ കാലേബിന് കിട്ടിയ പ്രതിഫലവും ശ്രദ്ധേയമാണ്. അത് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത്. ഹെബ്രോൻ മലയായിരുന്നു തനിക്ക് ഏറ്റവും നോട്ടം ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയുകയുണ്ടായി. സംഖ്യാപുസ്തകത്തിൽ താൻ ഉറ്റുനോക്കാൻ പോയപ്പോൾ താൻ കണ്ടുവെച്ച ദേശമായിരുന്നു അത്. തൻ്റെ പിതാക്കന്മാർ കഴിഞ്ഞ ദേശം. അവിടെയാണ് അബ്രഹാം ദൈവമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിച്ച ദേശം. ദൈവത്തിന് ദൈവിക വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുത്ത ദേശം. ആ നിലയിൽ ആ ഹെബ്രോൻ മല, ഹെബ്രോൻ്റെ അർത്ഥം നമുക്കറിയാം, കൂട്ടായ്മ എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ മാത്രമേ നമുക്ക് ശരിയായ വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യവും നാം കാണുകയുണ്ടായി. അതിന് തടസ്സമായിട്ട് അവിടെ വലിയ മല്ലന്മാരുണ്ട്. ഹെബ്രോൻ മല 3 അനാക്യ മല്ലന്മാരാൽ
നിയന്ത്രിക്കപ്പെടുന്നതാണെന്ന് നമുക്കറിയാം. എന്നാൽ അവരെ 3 പേരെയും നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ കീഴടക്കിയിട്ടാണ് ഹെബ്രോൻ മല താൻ കൈയടക്കിയത് എന്നുള്ള കാര്യവും നാം കാണുകയുണ്ടായി. 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തുടർന്നുള്ള ഗോത്രങ്ങൾക്കുള്ള വിഭാഗങ്ങളാണ് നമുക്ക് വിഭജിച്ച് നൽകുന്നതാണ് നാം കാണുന്നത്. ആ ഗോത്ര വിഭജനത്തിന് മുമ്പാണ് കാലേബ് വന്ന് തൻ്റെ അവകാശങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശത്തെക്കുറിച്ചാണ് നാം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നമുക്കറിയാം, യാക്കോബിൻ്റെ മക്കളിൽ മൂത്തവർ തുടങ്ങി വരികയാണെങ്കിൽ യഹൂദയ്ക്കല്ല ആദ്യത്തെ അവകാശം ലഭിക്കേണ്ടത്, അല്ലേ? യഹൂദ എത്രാമനാണ്? ആദ്യം രൂബൻ, പിന്നെ ശിമയോൻ, ലേവി, കഴിഞ്ഞിട്ട് യഹൂദ വരുന്നുള്ളൂ, 4ാമത്തവനായിട്ടാണ്. എന്നാൽ എങ്ങനെയാണ് യഹൂദയ്ക്ക് ആദ്യത്തെ സ്ഥാനം ലഭിച്ചത്? അവർക്ക് ലഭിച്ച പട്ടണങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ പട്ടണങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏരിയ ആയിട്ടാണ് അവർക്ക് ലഭിച്ചത്. പല കാര്യങ്ങൾ നമുക്ക് യഹൂദിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയും. യഹൂദിയോടുള്ള അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും കൃപയാൽ മാത്രമാണ്. ആദ്യം ഉണ്ടായിരുന്ന ജ്യേഷ്ഠന്മാർക്ക് അവരുടെ തെറ്റുകൾ, അവരുടെ പാപങ്ങൾ മുഖാന്തരമായിരിക്കാം യഹൂദയ്ക്ക് ആ സ്ഥാനം ലഭിച്ചത്. എന്നാൽ യഹൂദയെ സംബന്ധിച്ച് ഞാൻ പഠിച്ചപ്പോൾ യഹൂദയിൽ എന്തെല്ലാം തെറ്റുകളായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. തൻ്റെ ചരിത്രം നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ലോകത്തിൻ്റെ നോട്ടത്തിൽ ആദ്യം അവകാശം കിട്ടേണ്ടത് യഹൂദയ്ക്കല്ല, ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ യഹൂദയ്ക്ക് ലഭിക്കുന്ന ആ അവകാശം ദൈവം മുന്നമേ കണ്ട്, ദൈവം ശിമയോനോട് യഹൂദയോട് കാണിക്കുന്ന വലിയ കരുണ എത്ര വലുതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യോസേപ്പിനോടുള്ള ബന്ധത്തിൽ യോസേപ്പിന് ഇരട്ടി അനുഗ്രഹമാണ് കൊടുത്തത്. വാസ്തവത്തിൽ ജ്യേഷ്ഠാവകാശം ലഭിച്ചത് യോസേപ്പിനാണ്. എന്നാൽ യഹൂദയോടുള്ള ബന്ധത്തിൽ യഹൂദയ്ക്ക് നമുക്കറിയാം, യഹൂദ ഗോത്രത്തിൽ നിന്നാണ് രാജാക്കന്മാർ പിന്നീട് വരുന്നതും പിന്നീട് അവകാശമുള്ളവൻ ശരിക്കും കർത്താവായ യേശുക്രിസ്തു വരുന്നതും ഒക്കെ യഹൂദയിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും തിരഞ്ഞെടുപ്പിൻ്റെ മാഹാത്മ്യമാണ് നമുക്കവിടെ ദർശിക്കാനായിട്ട് കഴിയുന്നത്. യഹൂദയുടെ ആദ്യജാതൻ ആയിരുന്നു എന്ന് നമുക്കറിയാം. അവൻ യഹോവയുടെ അനിഷ്ടനായിരുന്നുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. പിന്നീട് അടുത്ത മകൻ ഓനായിരുന്നു. ഓനാന് തനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തൻ്റേതാവില്ല, തൻ്റെ ജ്യേഷ്ഠനാവുമെന്ന് അറിഞ്ഞുകൊണ്ട് അവനും യഹോവയ്ക്ക് അനിഷ്ടനായി തീർന്ന് മരിച്ച കാര്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പിന്നെ അവൻ്റെ ഇളയ സഹോദരൻ ശേലയെ താമാറിന് കൊടുക്കാൻ യഹൂദ വിസമ്മതിച്ചു. കാരണം അവനും മരിച്ചു പോയാലും അവന് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ താമാറിന് യഹൂദയാൽ മക്കളെ ലഭിച്ച ചരിത്രം നമുക്ക് പിന്നീട് ആ അധ്യായത്തിൽ തന്നെ കാണാനായിട്ട് കഴിയും. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ മോവാബ്യ സ്ത്രീയായ രൂത്തിന് ദൈവത്തിന് കരുണ ലഭിച്ചത്, കൃപ ലഭിച്ചതുപോലെ തന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മശിഹയുടെ ആ വംശാവലിയിലേക്ക് ഉൾപ്പെടുത്താൻ യഹൂദയുടെയും താമാറിൻ്റെയും മകനെ ഇടയാട്ടി ആ വംശാവലിയിൽ കൂടെ കർത്താവായ യേശുക്രിസ്തു വരുന്ന കാര്യം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം, നമ്മുടെ പശ്ചാത്തലം ഏത് തന്നെയായിരുന്നാലും ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മെറിറ്റ്, നമ്മുടെ യാതൊരു കഴിവിലോ നമ്മുടെ പശ്ചാത്തലമോ നോക്കിയിട്ടല്ല, അത് പൂർണ്ണമായും അവൻ്റെ കരുണയാലും കൃപയാലുമാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുന്ന രീതികൾ, യഹൂദയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ വലിയൊരു ദേശം, തെക്കേ ദേശം മുഴുവനും അവർക്ക്, കനാൻ്റെ തെക്കേ ഭാഗം മുഴുവനും ഏകദേശം അവർക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് അതിർ രാജ്യങ്ങൾ പഠിക്കാൻ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ മുഴുവനും വായിക്കുന്നില്ല.
യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായി അനാക്കിൻ്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ പുത്രന്മാരായ ശേഷായി, അഹിമാൻ, തൽമായി എന്നീ 3 അനാക്കിനെ നീക്കിക്കളഞ്ഞു. 15-ാം വാക്യം. അവിടെ നിന്ന് അവൻ ദബീർ നിവാസികളുടെ നേരെ ചെന്ന്, ദബീറിൻ്റെ പേര് മുമ്പേ കിരിയത് സേഫർ എന്നായിരുന്നു, കിരിയത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായിട്ട് കൊടുക്കും എന്ന് കാലേബ് പറഞ്ഞു. കാലേബിൻ്റെ സഹോദരനായ കെനസിൻ്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. കാലേബ് തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു നിലം ചോദിക്കാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം തരണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവുകളും കൂടെ എനിക്ക് തരണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. തുടർന്ന് യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഓരോ കുടുംബങ്ങൾക്കും പ്രത്യേകം എടുത്ത് പറഞ്ഞ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 49-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യഹൂദയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യഹൂദ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കും എന്ന് യാക്കോബോട് പറയുന്നുണ്ട്. 49-ന്റെ 8-9 വാക്യങ്ങളിൽ യഹൂദയുടെ ദേശത്തിന് ചുറ്റും ഘോര വൈരികളാണ്. കിഴക്ക് മോവാബ്യർ, അതുപോലെ തന്നെ തെക്ക് ഏദോമ്യർ, തെക്ക് പടിഞ്ഞാറ് അമാലേക്യർ, പടിഞ്ഞാറ് ഫെലിസ്ത്യർ. യഹൂദയുടെ നിലനിൽപ്പിന് തന്നെ വലിയ പേടി വരുത്തുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ അവിടെ ശക്തി, നല്ല ധൈര്യം കാണിക്കുന്ന ശരിയായ ദാവീദിനെ പോലെയുള്ള രാജാക്കന്മാരായിരുന്നു അവിടെ ആവശ്യമായി വന്നിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് യഹൂദയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൽ മുന്തിരിത്തോട്ടത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അനുഗ്രഹം യാക്കോബ് യഹൂദയ്ക്ക് നൽകിയതായിട്ട് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും. യഹൂദയ്ക്ക് നൽകിയ പ്രദേശങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കുവാൻ അനുയോജ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 11-12 വാക്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. യഹൂദയിലെ താഴ്വരയിൽ നിന്നാണ് വാസ്തവത്തിൽ ഒറ്റുകാർ, സംഖ്യാപുസ്തകം നാം വായിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന വലിയ മുന്തിരിക്കൊല അവിടെ നിന്നാണ് മുറിച്ചു കൊണ്ടുവന്നത്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. പിന്നെ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് മശിഹ വരേണ്ടത്. 49-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ യാക്കോബ് അതിൻ്റെ ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലും വംശാവലി വായിക്കുമ്പോഴും നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി അത് കാണാം. യഹൂദ ഗോത്രത്തിന് കുടുംബമായി ഓഹരി നൽകി. യഹൂദയുടെ തെക്കേ അതിര് ഞാൻ പറഞ്ഞല്ലോ, ചാവുകടലിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് പടിഞ്ഞാറോട്ട് മിസ്രയീം തോട് വരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിൽ അവസാനിക്കുകയാണ്. കനാനാടിൻ്റെ മിക്കവാറും തെക്ക് ഭാഗം മുഴുവനും ഏകദേശം യഹൂദയ്ക്ക് ലഭിക്കും. നമ്മളത് മാപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ നിന്ന് ഏദോമിൻ്റെ അതിരായ സീൻ മരുഭൂമി വരെയും അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നയിലേക്ക് ആ അറ്റം വരെ ഹെബ്രോൻ, ആദാർ, കാർക്ക, അസ്മോൻ എന്നീ കടന്ന് മിസ്രയീം നദിയിലേക്ക് ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. ദക്ഷിണ കനാൻ ആക്രമണത്തിൽ യോശുവ പിടിച്ച ആ പ്രദേശങ്ങൾ അധികവും യഹൂദയുടെ അവകാശത്തിൽ ഉൾക്കൊള്ളുന്നതായിരുന്നു. യഹൂദയുടെ ഓഹരി അധികം മലമ്പ്രദേശമാണെങ്കിലും ഫലഭൂയിഷ്ടമുള്ള താഴ്വരകളും അവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വായിച്ച പോലെ യഹൂദയുടെ ഓഹരിയിൽ ഉൾപ്പെട്ടതാണ് കാലേബിന് നൽകിയ ഹെബ്രോൻ അഥവാ കിര്യത്ത് അർബ. യഹൂദ ഗോത്രത്തിലായിരുന്നല്ലോ വാസ്തവത്തിൽ കാലേബും പെട്ടിരുന്നത്. അവിടെ താൻ ഈ അനാക്കിൻ്റെ പുത്രന്മാരായ ശേഷായി, അഹിമാൻ, തൽമായി എന്ന 3 അനാക്കിനെ നീക്കിക്കളഞ്ഞതായിട്ട് നാം അവിടെ വായിച്ചു. അങ്ങനെ കാലേബ് സംഖ്യാപുസ്തകത്തിൽ താൻ പറഞ്ഞ ആ വാക്ക് താൻ പാലിക്കുക തന്നെ ചെയ്തു. അവിടെ നിന്ന് കാലേബ് ദബീറിന് നേരെ ചെന്നിട്ടാണ്, ദബീറിന് മുമ്പ് നാം വായിച്ചു കിര്യത്ത് സേഫർ എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ പുസ്തകങ്ങളുടെ പട്ടണം എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളത് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ആ കിര്യത്ത് സേഫർ ജയിക്കുന്നവന് തൻ്റെ മകൾ അക്സയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് കാലേബ് വാഗ്ദാനം ചെയ്തു.
നമുക്ക് പഴയ നിയമ പുസ്തകങ്ങൾ പലവും പഠിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. അന്നുണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു, മക്കൾ വിവാഹപ്രായമാകുമ്പോൾ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒന്നെങ്കിൽ രാജാക്കന്മാർ അല്ലെങ്കിൽ ആ റോയൽ ഫാമിലീസിലൊക്കെ ചെയ്യുന്നത് യുദ്ധത്തിൽ ജയിച്ചു വരുന്ന രാജകുമാരന് അത് ആ പട്ടണ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ കൊടുക്കുന്ന രീതി അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഗോലിയാത്തിനോടുള്ള ബന്ധത്തിൽ ദാവീദിന് ശൗലിൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാവുന്ന ശൗൽ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ പൗരാണിക കാലത്ത് പുത്രിമാരുടെ വിവാഹകാര്യത്തിൽ പിതാക്കന്മാർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ഒരു രാജാവോ പ്രമാണിയോ പരാക്രമശാലിയോ ഒരു പട്ടണം പിടിക്കുകയോ ശത്രുവിനെ കൊല്ലുകയോ അതുമാത്രമല്ല വീരകൃത്യം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ആ ചെയ്യുന്ന വ്യക്തിയെ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന പതിവ് ആദ്യകാലത്ത് ഈ പൗരാണിക കാലത്ത് ഉണ്ടായിരുന്നാണ്ട് നമുക്ക് ചരിത്ര പുസ്തകങ്ങൾ കാണാനായിട്ട് കഴിയും. അതുപോലെ ദേബിർ അഥവാ കിരിയത്ത് സാഫർ കീഴടക്കുന്നവന് തൻ്റെ മകൾ അക്സയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് കാലേബ് വാഗ്ദത്തം ചെയ്തു. കാലേബിൻ്റെ സഹോദരനായ കെനസിൻ്റെ മകൻ ഒക്നിയേൽ കിരിയത്ത് സാഫർ പിടിച്ചടക്കി. വാഗ്ദാനം അനുസരിച്ച് താൻ തൻ്റെ മകളെ ഒക്നിയേലിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്. നമുക്കറിയാം ഒക്നിയേൽ വാസ്തവത്തിൽ ഒരു ആത്മീകനായിരുന്നു. ഒക്നിയേൽ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ദൈവം എൻ്റെ ബലമെന്നാണ് അർത്ഥം. യോശുവ മുതൽ ശമൂവേൽ വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നാമത്തെ ന്യായാധിപനായിരുന്നു ഒക്നിയേൽ എന്ന ന്യായാധിപന്മാരുടെ പുസ്തകം വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയും ഈ ചരിത്രം 1-ാം അധ്യായത്തിൽ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അക്സ ഒക്നിയേലിൻ്റെ ഭാര്യയായി കഴിഞ്ഞപ്പോൾ പിതാവിനോട് ഒരു നിലം ചോദിക്കുവാൻ അക്സ ഒക്നിയേലിനെ നിർബന്ധിച്ചു. അവൾ വന്നപ്പോൾ തൻ്റെ ഭാര്യ ഒക്നിയേലിൻ്റെ ഭാര്യയായി വന്നപ്പോൾ കാലേബ് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വേണമെന്ന്. വാസ്തവത്തിൽ അത് ഒക്നിയേലല്ല ചോദിക്കുന്നത്, കാലേബ് അക്സയോടാണ് ചോദിക്കുന്നത്. അവൾ സഞ്ചരിച്ചിരുന്ന കഴുതപ്പുറത്ത് നിന്ന് അവളെ ഇറങ്ങിയെന്ന് നാം വായിക്കുന്നുണ്ട്. ബഹുമാന പുരസ്സരം താൻ ഇറങ്ങിയതാണ്. അത് കണ്ടപ്പോൾ മകൾക്ക് എന്തോ തന്നോട് ചോദിക്കാനുണ്ടെന്ന് കാലേബിന് തോന്നിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തന്മൂലം നിനക്ക് എന്ത് വേണമെന്ന് കാലേബ് അവളോട് ചോദിച്ചു. അക്സ ഒരു അനുഗ്രഹം ആവശ്യപ്പെട്ടു. അക്സയെ വിവാഹം ചെയ്തു കൊടുത്തത് തെക്കേ ദേശത്തേക്കാണ്. തെക്കേ ദേശം വരണ്ട ഭൂമിയാണ്. അവിടെ വെള്ളം അല്ലെങ്കിൽ ഉറവുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് അവൾ പിതാവിനോട് നീരുറവുകൾ കൂടെ ആവശ്യപ്പെട്ടു. അവളുടെ പിതാവിൻ്റെ വിശ്വാസം അവളിലേക്ക് പകരുന്നതായിട്ട് ഞാൻ കാണുന്നത്. പിതാവ് ആവശ്യപ്പെട്ടതുപോലെ അവളും ഡിമാൻഡ് ചെയ്യുകയാണ്, നീ എനിക്ക് നീരുറവുകളുള്ള ദേശം തരണം. അതും അവൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കിയത്. അക്സയ്ക്ക് ലഭിച്ച നീരുറവുകൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവജലത്തിൻ്റെ നീരുറവുകളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കാലേബിൻ്റെ ഗുണവിശേഷങ്ങളിൽ ഒന്ന്, താൻ അടുത്ത തലമുറയ്ക്കും കൂടി കരുതുന്നവനായിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിലും അത് നമുക്ക് വളരെ നല്ല പാഠങ്ങൾ തരുന്നതാണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആത്മീയ സ്വത്തുക്കൾ പകർന്നു കൊടുക്കുക. അത് അക്സ തൻ്റെ പിതാവിൽ നിന്ന് കണ്ടുപഠിക്കാനിടയായി. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ എന്താണ് കണ്ടുപഠിക്കുന്നത്, നാം കൊടുക്കുന്ന വാല്യൂസ്, ആത്മീയ മൂല്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന വില എന്തുമാത്രമാണെന്ന് നമ്മുടെ മക്കൾ കാണുമ്പോഴാണ് അവരുടെ ജീവിതത്തിലും അത് പകർത്താനായിട്ട് അവർ അതിനിടയാക്കുന്നത്. അത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 15-ാം അധ്യായത്തിൽ തുറന്ന് അതിൻ്റെ അവർക്ക് ലഭിച്ച പട്ടണങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ അവസാനത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഞാൻ ഇന്ന് 16-ഉം 17-ഉം അധ്യായങ്ങളും കൂടി തീർക്കണമെന്നായിരിക്കുന്ന ചെറിയ അധ്യായങ്ങളായതുകൊണ്ട് 63-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മളെ സ്പർശിക്കുന്ന ഒരു വാക്യമാണത്. യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്ന് വരെ യഹൂദ മക്കളോട് കൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. നമുക്കറിയാം, പിന്നീട് ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാവീദാണ് പിന്നെ അവരെ കീഴടക്കുന്നത്. ദൈവം വളരെ വ്യക്തമായി യോശുവയോട് പറഞ്ഞു, ആ ദേശം മുഴുവനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവരെ ഒക്കെ ഞാൻ നീക്കിക്കളയും. അതിനുള്ള വാഗ്ദത്തം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്.
എന്നാൽ ചെയ്യേണ്ട കടമ അവരുടേതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രാവശ്യം പറയുകയുണ്ടായല്ലോ, നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും ദൈവത്തിന് പങ്കുണ്ട്, അതേസമയത്ത് നമ്മുടേതും തുല്യ പങ്കാളിത്തമുണ്ട്. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്, ഇനി നമ്മളോട് പോയി അത് കൈവശമാക്കാനാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ അതിനു വേണ്ടി മടിച്ചു നിൽക്കുകയാണ്. കാരണം നമുക്ക് കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് പ്രയാസപ്പെടാൻ കാലേബിനെ പോലുള്ളൊരു മനസ്സ് നമുക്കില്ല. യെബൂസ്യരെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് എത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അവരവിടെ പാർത്തു. അവർക്ക് നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല എന്നാണ് നാം പറയുന്നത്. അവർ വളരെ ഉത്സാഹിച്ച് കാണും, ഞാൻ വിചാരിക്കുന്നത്. കുറേ ഉത്സാഹിച്ച് കഴിഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ ഗീവപ്പ് ചെയ്ത് കാണും. അവർ തുടരട്ടെ ഏതായാലും എന്ന്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല പ്രിയമുള്ളവരെ. നമ്മുടെ വിശുദ്ധീകരണത്തിൽ നമ്മളെ മുറുകെ പറ്റുന്ന പല പാപങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഒരു പ്രായമുള്ള സഹോദരൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. കൊച്ചിയിലുള്ളതാണ്. താൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. താൻ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. തനിക്ക് ഈ ചുരുട്ട് അന്ന് വലിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് തന്നെ വിട്ടുമാറാത്ത വലിയൊരു സ്വഭാവമായിട്ട് താൻ പറയുകയുണ്ടായി. താൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും സ്നാനപ്പെട്ട് കഴിഞ്ഞും സഭാ കൂട്ടായ്മയിലായിരുന്നിട്ടും താൻ അത് തുറന്നു കൊണ്ടുവരുന്നു എന്ന് താൻ പറയുകയുണ്ടായി. വലിയൊരു വിപ്ലവകരമായ മാറ്റം തൻ്റെ ജീവിതത്തിൽ വന്നത് തന്നെ സ്വാധീനിച്ച ഒരു ദൈവമനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോഴാണ്. പലപ്പോഴും നമ്മുടെ വിശുദ്ധീകരണത്തിൽ അല്ലെങ്കിൽ നമ്മളെ മുറുകെ പറ്റുന്ന പല പാവങ്ങളെ നമ്മൾ വിട്ടുകളയാനായിട്ട് വളരെ പ്രയാസമാണ്. മാനസികമായ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിലുള്ള നമ്മുടെ പാപങ്ങൾ ഇന്ന് നമ്മൾ പലരും നമുക്ക് പുറമേ അറിയത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, ചെറുപ്പക്കാരായ പ്രത്യേകിച്ച് യുവ സഹോദരന്മാരുടെ ഇടയിൽ നമുക്കറിയാം അവരൊക്കെയും സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുമാത്രമാണ്, അവരുടെ പോരാട്ടം. ദൈവത്തിൻ്റെ കൃപയിൽ ഉറച്ച വിശ്വാസത്തിൽ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് നിന്നില്ലെങ്കിൽ ദൈവം സഹായിക്കും പൂർണ്ണമായും. എന്നാൽ നമ്മുടെ മനസ്സൊരുക്കം എത്രമാത്രം ഉണ്ടോ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 15-ാം അധ്യായം അവസാനിക്കുന്ന ആ ഭാഗം നമ്മുടെ മനസ്സിലെപ്പോഴും കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. നമ്മൾ തുറന്ന് പഠിക്കുമ്പോഴൊക്കെയും ഈ വാക്യങ്ങൾ തുടർച്ചയായിട്ട് വരുന്നത് കാണാം. യോശുവ അവർക്ക് വിവാഹിച്ചു കൊടുത്തു. യോശുവ ആദ്യമേ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കളെ അവരെ കീഴ്പ്പെടുത്തി കൊടുത്തു. പിന്നെ അവിടെ ചെന്ന് ഓരോ സ്ഥലവും അവകാശമാക്കി കൊടുക്കുമ്പോഴും അവിടുത്തെ തദ്ദേശവാസികളെ അല്ലെങ്കിൽ അവിടെ ഉള്ളിലുള്ളവരെയൊക്കെ പുറത്താക്കേണ്ടത് അല്ലെങ്കിൽ നീക്കിക്കളയേണ്ടത് ആ ഓരോ ഗോത്രത്തിനും വിഭാഗിച്ച് കെട്ടിയവരുടെ ഉത്തരവാദിത്തമായിരുന്നു. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസേപ്പിൻ്റെ മക്കൾക്ക് കിട്ടിയ അവകാശം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമുക്കറിയാം യോസേപ്പിന് 2 മക്കൾ ഉണ്ടായിരുന്നു. യാക്കോബ് യോസേപ്പിനോട് പറഞ്ഞു, തൻ്റെ അവസാന കാലഘട്ടത്തിൽ യോസേപ്പിൻ്റെ അടുത്ത് താൻ മരിച്ചുപോയി എന്ന് വിചാരിച്ച മകനായിരുന്നു. താൻ ജീവനോടിരുന്നത് അറിഞ്ഞ് മിസ്രൈമിലേക്ക് കടന്നു വന്ന് യോസേപ്പിനോട് കൂടെ താമസിച്ച് യോസേപ്പിനോട് പറഞ്ഞു, നിൻ്റെ മക്കൾ 2 പേരും എനിക്ക് ഇരിക്കട്ടെ. അവരെ താൻ ദത്തെടുക്കുകയാണ്, ആ 2 മക്കളെ. എരിഹോവിന് സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് എരിഹോ വെള്ളത്തിങ്കിൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേഥേലിലേക്ക് കയറി തുറന്നുള്ള ഭാഗങ്ങളെല്ലാം ആദ്യത്തെ 2 വാക്യങ്ങൾ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അർക്കരുടെ അതിരോത്ത് കടന്ന് പടിഞ്ഞാറോട്ട് എഫ്ലേത്യരുടെ അതിരിലേക്ക് താഴെ ബേത്ത് ഹോരോൻ്റെ അതിർ വരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തെങ്കിൽ അവസാനിക്കുന്നു. വളരെ ക്ലിയറായിട്ട് ഓരോ അതിർത്തികളും പറയുന്നുണ്ട്. അങ്ങനെ യോസേപ്പിൻ്റെ പുത്രന്മാരായ മനശ്ശയ്ക്കും എഫ്രേമിനും അവകാശം ലഭിച്ചു. നമുക്കറിയാം യോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് മനശ്ശയുടെ പാതി ഗോത്രത്തിന് അവകാശം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എഫ്രേമിൻ്റെ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശമാണ് 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. മനശ്ശയുടെ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിലും എഫ്രേം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും
അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്ന് നാം അവസാനം വായിക്കുന്നുണ്ട്. അവസാനത്തെ വാക്യം വീണ്ടും ശ്രദ്ധിക്കുക. എന്നാൽ അവർ ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. പദപ്രയോഗം ശ്രദ്ധിക്കണേ. കനാന്യർ ഇന്ന് വരെ എഫ്രയീമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തു വരുന്നു. ആദ്യ ഭാഗത്ത് യഹൂദരുടെ ബന്ധത്തിൽ നാം അവിടെ വായിച്ച പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇവർ പറയുന്നത് എഫ്രയീമ്യർ എന്തായിരുന്നു ചെയ്തത്? അവർ ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. അത് മനഃപൂർവ്വമായിട്ട് തന്നെ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ്? അവിടെ അടുത്ത വാക്യം വായിക്കുന്നത് കനാന്യർ ഇന്ന് വരെ എഫ്രയീമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തു വരുന്നു. അവിടെ പിടിച്ച് ഊഴിയവേലക്കാരാക്കി. അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റാണ്, സാമ്പത്തികമായ നേട്ടം അവരിൽ കൂടെ അവരുണ്ടാക്കാൻ ശ്രമിച്ചു. അത് നല്ല കാര്യമാണ്. കനാന്യര് നമ്മോട് കൂടി ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അവർ നമുക്ക് വലിയ ശത്രുതയൊന്നുമില്ല, നമുക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടാവും. ഞാൻ ചിന്തിച്ചപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ പല കോംപ്രമൈസ്, പല വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്യുന്ന ഈ ചിന്താഗതിയിലല്ലേ? നമുക്ക് അല്പം ധനലാഭത്തിന് വേണ്ടി, നമുക്ക് അല്പം വരവ് ഉണ്ടാവാനായിട്ട്, സാമ്പത്തിക നേട്ടം ലഭിക്കാനായിട്ട് നമുക്ക് നീക്കിക്കളയേണ്ട പല കാര്യങ്ങളും നമ്മൾ നീക്കിക്കളയാത്ത അവസ്ഥ. അതെന്നെ വളരെ സ്പർശിച്ചു. നമ്മൾ ആ വാക്യങ്ങൾ വായിച്ച് തുറന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ഇനി ശമൂവേലിൻ്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ, അടുത്ത രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോഴാണ് ഇവരെ ഈ കനാന്യർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരെ കീഴ്പ്പെടുത്താൻ പിന്നെ എന്തുമാത്രം പ്രയാസപ്പെടേണ്ടി വന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുന്നത്. നമ്മൾ വളരെ ചെറുതായി വലിയ കാര്യമാക്കാത്ത പല നമ്മൾ പാപങ്ങളെന്ന് പറയുന്നില്ല, ബലഹീനതകൾ, നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ, അത് പിന്നീട് വലിയ കൊരും പാപമായിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് കടന്നു വരുമെന്നുള്ള വലിയ ഭയനിർദ്ദേശമാണ് ഈ യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വ്യക്തമായിട്ട് യഹോവ അവരോട് പുറപ്പാട് പുസ്തകത്തിനോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ചെന്നു കയറുന്ന ദേശത്തെ അവിടുത്തെ കനാന്യരെ നിങ്ങൾ പൂർണ്ണമായും നീക്കിക്കളയണം, അവരുടെ വിഗ്രഹങ്ങൾ അശേഷം നശിപ്പിച്ച് കളയണം, അവരിൽ നിന്ന് നിങ്ങൾ വിവാഹം ചെയ്യരുത്, അവരുമായിട്ട് യാതൊരു സംബന്ധം പാടില്ല. കാരണം അല്പം വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അവരെ പതുക്കെ പതുക്കെ നമ്മുടെ ആ തീയെ കയറി വരും. എഫ്രയീമ്യർ കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഇന്ന് വരെ എഫ്രയീമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്തു വരുന്നു. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യോസേഫിൻ്റെ ആദ്യജാതനായ മനശ്ശെയുടെ ഗോത്രത്തിന് ഓഹരി കിട്ടിയതായിട്ടാണ് നാം അവിടെ വായിക്കുന്നത്. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിൻ്റെ അപ്പനുമായ മയാഖ്യർ, നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് അവിടെ കാണാനായിട്ട് കഴിയും. ആ തലമുറ വരെ യോസേഫ് കണ്ടിട്ടാണ് താൻ മരിക്കുന്നത്. അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയേസറിൻ്റെ മക്കൾ, ഹേലേക്കിൻ്റെ മക്കൾ, അസ്രിയേലിൻ്റെ മക്കൾ, ശേഖരൻ്റെ മക്കൾ, ഏഫെറിൻ്റെ മക്കൾ, ഷെമീദേവിൻ്റെ മക്കൾ എന്നിവർക്കും കുടുംബം കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബം കുടുംബമായി യോസേഫിൻ്റെ മകനായ മനശ്ശെയുടെ മക്കളായിരുന്നു. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 3-ാം വാക്യം തൊട്ട് നാം കാണുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. എന്നാൽ മനശ്ശെയുടെ മകനായ മാഖീറിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഏഫെറിൻ്റെ മകൻ ശെലോഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. അവൻ്റെ പുത്രിമാർക്ക് മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നു പേരായിരുന്നു. അവർ മഹാപുരോഹിതനായ എലയാസറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ചെന്ന്, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്കൊരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനുഷ്യരുടെ പുത്രിമാർക്ക് അവൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചുകൊണ്ട് മനുഷ്യക്ക് യോർദാൻ അക്കരെ ഗിലെയാദ് ദേശവും ബാശാൻ
മാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. വളരെ എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ യോശുവയുടെ പുസ്തകം ഈ അധ്യായങ്ങളൊക്കെ വായിച്ച് ചിലപ്പോൾ വിടുകയാണ് പതിവ്. സാധാരണ ഈ ദേശങ്ങളൊക്കെ നമുക്ക് അവകാശ ദേശങ്ങളല്ലേ പേരുകൾ ഞാൻ ആദ്യം പറയുകയുണ്ടായല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ദിനവൃത്താന്ത പുസ്തകങ്ങൾ അധ്യായങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ഇതേ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ നമുക്കറിയാം തിരുവെഴുത്ത് എല്ലാം സകലവും 2 തിമോഥെയോസ് 3 അധ്യായത്തിൻ്റെ 17 വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുന്ന വാക്യമാണ്. 2 തിമോഥെയോസ് 3 അധ്യായത്തിൻ്റെ 16 വാക്യം 16 വാക്യം. എല്ലാ തിരുവെഴുത്തും, ഓൾ സ്ക്രിപ്ചർ, അത് ചില അധ്യായങ്ങൾ വഹിച്ചുകൊണ്ടതല്ല, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. ഞാൻ ഈ പഠനം ആരംഭിക്കുമ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി, പലപ്പോഴും പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കാൻ നമുക്ക് വളരെ വിമുഖതയാണ്. എന്നാൽ ഈ യോശുവയുടെ പുസ്തകം പഠിക്കുന്നത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പ്രകാശിപ്പിച്ച് തരുന്നത് ഈ ദൈവത്തിൻ്റെ വചന ധ്യാനത്തിൽ കൂടെയും പഠനത്തിൽ കൂടിയാണ്. അതില്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് വളരാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന് ദൈവവചനം കേൾക്കുന്നുണ്ട്, ബൈബിൾ സ്റ്റഡിയിൽ വന്ന് ദൈവവചനം പഠിക്കുന്നുണ്ട്, എല്ലാ ആത്മീയ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ പഠനം, പേഴ്സണലായിട്ട് ദൈവമായിട്ട് സംസർഗം ലഭിക്കണമെങ്കിൽ ഇതിൽ കൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ദൈവം തൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ മുമ്പിൽ ഇരുന്നാൽ ചിലപ്പോൾ സമയം പോകുന്നത് തന്നെ അറിയില്ല. എന്നാൽ ഇവിടെ നാം വായിച്ച ഈ പുത്രിമാരുടെ കാര്യം നമുക്ക് ശരിക്കും സംഖ്യാപുസ്തകം 27 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. മോശയോട് അവർ പറയുന്ന കാര്യം. അനന്തരം യോസേഫിൻ്റെ മകനായ മനശ്ശയുടെ കുടുംബങ്ങളിൽ മനശ്ശയുടെ മകനായ മാഖീറിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഏഫറിൻ്റെ മകനായ സെലോഫഹാദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവരുടെ പേരുകളൊക്കെ നമ്മൾ നേരത്തെ വായിച്ചല്ലോ. അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും എലയാസർ പുരോഹിതൻ്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരിൽ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായകൊണ്ട് അവൻ്റെ പേര് കുടുംബത്തിൽ നിന്ന് ഇല്ലായതാകുന്നത് എന്ത്? അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും ഒരു അവകാശം തരയണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്ത്, സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യഗോത്രത്തിന് വിഭാഗിക്കുമ്പോൾ അവർ വന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. അവർ ചോദിക്കുകയാണ്, മോശ കൽപ്പിച്ച അവകാശപ്രകാരം എത്രമാത്രം ധൈര്യം ആ സഹോദരിമാർ കാണിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. ദൈവം പൊതുവെ അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് അത്ര വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലെന്ന് നമുക്കറിയാം. അങ്ങനെ മുമ്പോട്ട് കടന്നു വരില്ലായിരുന്നു. എന്നാൽ ദൈവം സ്ത്രീകളെ വിലമതിക്കുന്നു. എങ്ങനെ വിലമതിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. സഹോദരിമാരെപ്പോഴും അവർക്ക് കൂടുതൽ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളോ അല്ലെങ്കിൽ പ്രസംഗമോ ടീച്ചിങ്ങോ ഒന്നും പരസ്യമായിട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സഭയിൽ ചെയ്യാനായിട്ടുള്ള അധികാരമില്ലെന്ന് നമുക്കറിയാം. ആ നിലയിൽ അവർ അതിൽ തന്നെ ചുരുങ്ങി കൂടുകയാണോ? അല്ല, ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ സഹോദരിമാരെക്കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവം നിങ്ങളെ കരുതുന്നു.
അതുമാത്രമല്ല, ദൈവം നിങ്ങൾക്കും അവകാശങ്ങൾ തരുന്ന ദൈവമാണ്. അതുമാത്രമല്ല, അവരുടെ ആത്മീയ പക്വത ഞാൻ കാണുകയായിരുന്നു. കാരണം അവർക്കും വേണം അവകാശം എന്നുള്ള ബോധം ആത്മീയരായ സഹോദരിമാർക്ക്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് നിന്നു. ആ സഹോദരിമാരെല്ലാവരും അവരുടെ ഐക്യത, അവർ ഒരുമിച്ച് വന്ന് ഈ കാര്യത്തിനായിരുന്നു. അപ്പോൾ അവർക്കുള്ള കാഴ്ചപ്പാടും അതേ ഏകമായിരുന്നു. അത് വളരെ നമുക്ക് മാതൃകാപരമാണ്. അതുമാത്രമല്ല, അവർ പറയുന്നത് ഞങ്ങളുടെ പിതാവ് സ്വന്തം പാപത്താലാണ് മരിച്ചത്, പക്ഷേ ഞങ്ങൾക്ക് കർത്താവിൽ കിട്ടിയ ആ ദർശനം, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട അവകാശത്തെക്കുറിച്ച് ചോദിച്ചു മേടിക്കാൻ അവർക്ക് ആ ആത്മീയ കാഴ്ചപ്പാട്, ദർശനം അവർക്കുണ്ടായിരുന്നു. അവരുടെ അവകാശം ചോദിച്ച് മേടിക്കാനുള്ള ആ ആത്മീയ പക്വതയും ധൈര്യവും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതുമാത്രമല്ല, സഹോദരിമാരുടെ ആ കൂട്ടം ഒരുമിച്ച് പൊതുവായ താല്പര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്, ആത്മീയ താല്പര്യം. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾക്കുള്ള ആത്മീയ താല്പര്യം, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്തുമാത്രമാണ്. അത് അവരുടെ സമാനത വളരെ വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവം അവരുടെ അവകാശത്തെ, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് ശരിവെച്ചു, അവർക്ക് അവകാശം കൊടുത്തു. അത് വലിയൊരു കാര്യമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മനുഷ്യരുടെ ഗോത്രത്തിൽ അവർക്ക് കിട്ടിയ അവകാശങ്ങളും വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മനുഷ്യരുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. പിന്നീട് തുറന്നുള്ള വാക്യങ്ങളിലൊക്കെ അവർക്ക് ലഭിച്ച അവകാശം എടുത്തു പറയുന്നുണ്ട്. തെക്ക് ഭാഗം എഫ്രൈമിന്, വടക്ക് ഭാഗവും മനശ്ശെക്കുള്ളത്. സമുദ്രം അതിൻ്റെ അതിരാകുന്നു. അത് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസ്സാഖാരിനോടും തൊട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 12-ാം വാക്യം ശ്രദ്ധിക്കുക. എന്നാൽ മനുഷ്യരുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. അണ്ടർലൈൻ അത് വായിച്ചോ. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ, അവർ ശക്തി പ്രാപിച്ചപ്പോൾ അവരെ കീഴടക്കേണ്ടതായിരുന്നു. എന്നാൽ അവിടെ നാം പറയുന്നത് അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിവേല ചെയ്യിച്ചു. യഹൂദിയർക്ക് യബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല എന്ന് നാം വായിക്കുന്നത്, നീക്കിക്കളയാൻ കഴിഞ്ഞില്ല. എന്നാൽ എഫ്രൈമ്യരോ അവർ നീക്കിക്കളഞ്ഞില്ല. അതിന് പകരം എന്ത് ചെയ്തു? അവരെ ഊഴിയവേല ചെയ്യിച്ചു. എന്നാൽ ഇവിടെ മനശ്ശയുടെ മക്കൾ എന്താ ചെയ്തേ? മനുഷ്യഗോത്രം, അവർ ആ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. ഈ പാപമുണ്ടല്ലോ, നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല. അവനിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കും. അവൻ്റെ താല്പര്യം എപ്പോഴും നമ്മളെ കീഴടക്കണം എന്നുള്ളതാണ്. വളരെ പതുങ്ങിക്കിടക്കും. കായിനോട് പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ, അല്ല 4-ാം അധ്യായത്തിൽ ദൈവം ഏഴാം വാക്യം ദൈവം പറയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണം. നീയോ അതിനെ കീഴടക്കണം. ഈ പാപത്തിൻ്റെ ആഗ്രഹം, ഞാനിത് പഠിക്കും തോറും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യാം. അതിങ്ങനെ പതുങ്ങിക്കിടക്കുകയുള്ളൂ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും, അതിനെ ഒരുവിധം കീഴ്പ്പെട്ടി കഴിഞ്ഞു, നമുക്ക് വലിയ പ്രശ്നമില്ല, ആ പാപത്തിൽ നിന്ന് നമുക്ക് അല്പം വിജയം കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കും. ഇവനങ്ങനെ പതുങ്ങിക്കിടക്കുക, അവൻ പോയിട്ടൊന്നുമില്ല. അവന് അവസരം കിട്ടുമ്പോൾ, ഇവിടെ നാം വായിക്കുന്ന അവരുടെ താല്പര്യം സാധിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. അവിടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്,
അവർക്ക് വലിയ ഈ പാപത്തിൻ്റെ ആഗ്രഹം എപ്പോഴും നമ്മോടാണ്. അതുകൊണ്ട് അതിന് എത്ര അടി കിട്ടിയാലും അത് പൊട്ടുപോകില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള കനാന്യരുടെ ആഗ്രഹം സാധിച്ചു. പറ്റാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമുക്കത് ഗീവപ്പ് ചെയ്യാൻ, ഇത് ഇത്ര നാൾ നമ്മൾ ഉത്സാഹിച്ചു അതിനെ കളയാനായിട്ട് ഞാൻ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന അവസരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രിയമുള്ളവരെ, ഒരിക്കലും പാടില്ല. നെവർ ഗീവ് അപ്പ്. നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നത് പാപത്തിൻ്റെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണമെന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ദിവസം തോറും എണ്ണിയില്ലെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണ പ്രക്രിയയിൽ പുരോഗമിക്കാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മളെ സഹായിക്കാൻ. എന്നാൽ നമ്മളുടെ ദൃഢത പാപത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ കാര്യമായിട്ട് തന്നെ കാണും. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ, ദൈവം ആത്മീയമായിട്ട് നമുക്ക് ശക്തി ലഭിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെ നമ്മളതിനെ കീഴ്പ്പെടുത്തേണ്ടതാണ്, അതിനെ നീക്കിക്കളയേണ്ടതാണ്. എന്നാൽ അവരെന്താ ചെയ്തത്? ശക്തരായി തീർന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവരുടെ സഹോദരന്മാരെ നോക്കിക്കാണും. എഫ്രീംകാർ എന്താ ചെയ്തേ? അത് നല്ല പരിപാടിയാണല്ലോ. അവർ വെച്ച് ഊഴിയ വേല ചെയ്യിച്ചാൽ നമുക്കും കാശുണ്ടാക്കാം. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് ആത്മീയ ജീവിതവും നയിക്കാം, അതോടുകൂടെ നമുക്ക് കനാന്യരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ലാഭവും ലഭിക്കും. ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. ഞാൻ പെട്ടെന്ന് അവസാന ഭാഗത്തേക്ക് വരട്ടെ. ഇതുവരെയും യോശുവ നല്ല ഭരണാധിപനായിട്ട് ദേശങ്ങൾ വിഭാഗിച്ചു കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് യോശുവയ്ക്ക് ഒരു പരാതി ലഭിക്കുന്നത്. 14 വാക്യം മുതൽ. അനന്തരം യോസേഫിൻ്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രയീം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാഞ്ഞതാകൊണ്ടോ കാട്ടുപ്രദേശത്ത് നിന്ന് പെരീസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാട് വെട്ടി സ്ഥലമെടുത്തുകൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യോസേഫിൻ്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ. ബേത്ത് കേശനിലും അതിൻ്റെ അധീന നഗരങ്ങളിലും ജസ്രയിൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വര പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസേഫിൻ്റെ കുലമായ എഫ്രയീമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത്. മലനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നുവെങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിൻ്റെ അർദ്ധി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാനിയർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങളവരെ നീക്കിക്കളയും. ആരോടാ പറയുന്നത്? എഫ്രയീമിനോടും മനശ്ശെയോടും. ഞാൻ വിചാരിച്ച എഫ്രയീംകാർ വേണമെങ്കിൽ ഒന്ന് അവനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കാണും. കാരണം യോശുവ ആരാ? ഏത് ഗോത്രക്കാരനാ? എഫ്രയീം ഗോത്രക്കാരനാ അല്ലേ? നമ്മുടെ ഗോത്രമാണല്ലോ, ഇവർ ചോദിച്ചു ഒന്ന് സാധിച്ചു കൊടുക്കേണ്ടതല്ലേ? ഇല്ല. യോശുവ വളരെ ശക്തമായിട്ട് തന്നെയായിരുന്നു അതിൻ്റെ മറുപടി. അവർക്ക് മലനാടും കാടും വെട്ടിത്തെളിക്കാനുള്ള എല്ലാ അവകാശവും കൊടുത്തു. തൊട്ടുള്ള നഗരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ആ ദേശം ഇനിയും നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് ഇനിയും അനേക ദേശങ്ങൾ അവർക്ക് അവകാശമാക്കാനുണ്ട്. പ്രധാനമായ ദേശങ്ങളൊക്കെ യോശുവ കീഴടക്കി കൊടുത്തുവെങ്കിലും ഇനി അവർ പോയി ചെയ്യേണ്ടതാണ്. എന്നാൽ താൻ അവിടെ അവർ പറയുന്ന ഒഴുകഴിവ് നോക്കുക. കനാന്യർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ ഇരുമ്പ് രഥങ്ങളുള്ളവരെയാണ് ഇതിനുമുമ്പ് യോശുവയും കീഴടക്കി കൊടുത്തത്. ദൈവം പറഞ്ഞു, രഥങ്ങളിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. നമ്മൾ ആ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. യഹോവ പറഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങളോട് കൂടെയുള്ളത്. നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ താൻ തയ്യാറാണ്. എന്നാൽ അവർക്ക് അതിനുള്ള മനസ്സില്ല. എന്തുകൊണ്ടാണ്?
അവർക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നേടണം. ഈസി ആയിട്ടുള്ള സ്ഥലങ്ങൾ കൈവശമാക്കാനാണ് എല്ലാവർക്കും താല്പര്യം. എന്നാൽ യോസേപ്പിൻ്റെ മക്കളോട് വളരെ വ്യക്തമായിട്ട് യോശുവ പറഞ്ഞത്, മലനാട് നിനക്കുള്ളതായിരിക്കണം, അത് കാടാകുന്നുവെങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം, അതിൻ്റെ അറുതിപ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ബലവാന്മാരുമാകുന്നു. സത്യമാണ്, ശരിയാണ്, വളരെ പ്രതിസന്ധികളുണ്ട്, എളുപ്പമല്ല. പക്ഷേ നമ്മളിപ്പോൾ പാടിയ പാട്ടിൽ പോലെ ഫറവോന് നമ്മളിനി അടിമയല്ല. നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ കനാൻ ജീവിതം ആനന്ദമാക്കി തീർക്കണമെങ്കിൽ ഈ കർത്താവിനോട് ചേർന്നുള്ള സംസർഗത്തിലാണ് നാം ഈ പോരാട്ടം കഴിക്കുന്നത്. അപ്പോഴാണ് അവൻ്റെ ശക്തി നമ്മുടെ ശക്തിയായിട്ട് തീരുന്നത്. കാൽവറിയിലെ വിജയി അവൻ നമ്മളെ കൈപിടിച്ചിരിക്കുകയാണ്. അവനോടുകൂടെ നാം ചേർന്ന് പോരാടുമ്പോൾ വാസ്തവത്തിൽ വിജയം നമുക്ക് ഉറപ്പാണ്. ആ നിലയിൽ അവരെ കീഴ്പ്പെടുത്തണം എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ചിന്ത ഇത് മാത്രമാണ്. യഹൂദന്മാർ യെബൂസ്യരെ നീക്കിക്കിടക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ട്രൈ ചെയ്തു, എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ എഫ്രൈമരുടെ ഇടയിൽ ഇപ്പോഴും ഊഴിയവേല ചെയ്ത് അവർ പാർത്തു എന്ന് മാത്രമല്ല, അവർ പിന്നീട് വലിയ ശക്തന്മാരായി തീർന്ന് ഇസ്രായേൽ മക്കളെ അവർ പീഡിപ്പിക്കാൻ തുടങ്ങി. ന്യായാധിപതിയുടെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് അനുഭവിച്ച കഷ്ടതകൾ എന്തുമാത്രമായിരുന്നു എന്ന് പിന്നെയും നമുക്ക് തുറന്ന് കാണാനായിട്ട് കഴിയും. ഗേസേരിൽ പാർത്തിരുന്ന ഖനാന്യരെ അവർ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഇന്നുവരെ എഫ്രൈമരുടെ ഇടയിൽ ഊഴിയവേല ചെയ്തു വരുന്നു. എന്നാൽ മനുഷ്യരുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പിനുള്ള താല്പര്യം അവർ സാധിപ്പിച്ചെടുത്തു. ആര്? കനാന്യര്. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. ഇത് നമുക്ക് വലിയ ഭയനിർദ്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീക്കിക്കളയേണ്ട സമയത്ത് നീക്കിക്കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഭാവിയിൽ അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ ജീവിതത്തിലെ വലിയ ശത്രുവായിട്ട് അത് തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ, അത് നമ്മൾ പ്രായോഗികമാക്കി കൊണ്ടുവരുമ്പോൾ മാത്രമേ അതിൽ നമുക്ക് വിജയം ലഭിക്കാനായിട്ട് കഴിയും. ദൈവം നമുക്ക് തരുന്ന ആലോചനകൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയങ്ങളിൽ തരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ നമുക്ക് തന്നെ ശോധന ചെയ്യാം. ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാൻ ഈ പഠനം എന്നെ സഹായിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടും.